ഇന്നത്തെ റെസിപ്പി കുട്ടികൾ ചോദിച്ചു വാങ്ങുന്ന റെസിപ്പിയാണ്. എന്നാൽ അമ്മമാർക്ക് തീരെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത റെസിപ്പിയും കൂടിയാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാ അമ്മമാർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഒരു ഹെൽത്തി റെസിപ്പിയാക്കി മാറ്റി അവർക്ക് കൊടുക്കാം. അപ്പോൾ അടിക്കാനുള്ള നല്ലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട നമുക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കുക, കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക, ആ രീതിയിലൊക്കെ ചെയ്യാം. വലിയവർക്കാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സ്പൈസിയോടെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 100 ഗ്രാം എന്ന അളവിൽ ബീൻസും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 100 ഗ്രാം എന്ന അളവിൽ ക്യാരറ്റും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ. പിന്നെ സവാള ഒരു പകുതി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് ഇടാതിരിക്കുക, കുരുമുളക് മാത്രം മതി. അപ്പോൾ നമുക്കിത് വലിയവർക്ക് ആയതുകൊണ്ട് ഒരു സ്പൈസി രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ പറ്റിക്കാൻ കുറച്ചും കൂടി ചെറുതായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായി ഇതേപോലെ കുഴഞ്ഞ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ അതേ കടായി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ മാഗിയാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞ മാഗിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ്റെ അല്ല കേട്ടോ, സാധാ മാഗിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഡ്രൈ രൂപത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. അടി പിടിക്കാതൊക്കെ നോക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂട്ട് തയ്യാറാക്കിയില്ലേ, അത് നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്തിട്ട് ഓഫീസിലേക്കോ സ്റ്റുഡൻസുകൾക്കൊക്കെ കൊണ്ടുപോകാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാഗി വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഹെൽത്തി റെസിപ്പി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും നല്ല റെസിപ്പിയാണ് ചെയ്ത് നോക്കിയിട്ട് പറയാറുണ്ട്. പക്ഷെ ലൈക്ക് തരാൻ എല്ലാവരും മടി കാട്ടുന്നുണ്ട്. എനിക്ക് എന്തായാലും ലൈക്ക് തരണം കേട്ടോ.